நம்மளோட சேனலுக்கு எல்லாருக்குமே வணக்கம். நம்ம இன்னைக்கு பண்ண போறது கேரளா பாயசம். ஓகே, ஓണം ஸ்பெஷல் போக்கட മുന്നിരുന്നിട്ട് കേരള പായസം. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതിപ്പോ ഫ്രെയിമില് നമ്മളെ കാണാൻ പറക്കുന്നതിങ്ങനെ ബസ് പോലെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത്രയ്ക്ക് സസ്യലതാദികൾ കൊണ്ട് ഫ്രെയിം നിറഞ്ഞിരിക്കുകയാണ്. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അറേഞ്ച് ചെയ്ത സാധനമാണ്. ഓണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഫുൾ റെഡി ആയിട്ട് പോലും എനിക്കിനി കമ്മലിടണം, മാലയിടണം. പക്ഷെ അതിനു മുമ്പ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ എടുക്കേണ്ടി വന്നു. പ്രത്യേക സാഹചര്യം എല്ലാവരും തിരക്ക് കൂട്ടിക്കൊണ്ട് നിൽക്കുന്നു, ലൈറ്റ് പോകുന്നു, നമുക്കിനി പൂക്കളിടണം, പണിക്കാരുണ്ട്, അമ്മയ്ക്ക് പോകണം, അപ്പോൾ ഒരുപാട് തിരക്കുണ്ട്. അത് മാത്രമല്ല, ഈ ഓണാഘോഷം ഞങ്ങൾ 2 ദിവസം മുന്നെയാണ് നടത്തുന്നത്. കാര്യം ഞങ്ങളിവിടെ ഓണത്തിന് കാണില്ല. എനിക്ക് തോന്നുന്നില്ല കേട്ടോ, അതിനല്ല കേട്ടോ കുട്ടിയത്. ഞങ്ങള് രണ്ടുപേരും ഇവിടെ കാണില്ല. അതെ, ഞങ്ങള് രണ്ടുപേരും നമ്മള് ഛത്തീസ്ഗഡിൽ പോവാണ്. അപ്പൊ അതിനു മുന്നേ എന്തായാലും ഓണം എല്ലാരും കൂടെ ചേർന്ന് എന്താ അതിന്റെ പ്രശ്നം, ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് ഓണം ആഘോഷിക്കാനുള്ള പരിപാടിയിലാണ് ഇരിക്കുന്നത്. ഓക്കെ, സദ്യ ഇല്ല, നമ്മള് പായസം ഉണ്ടാക്കുവാണ്. കപ്പ പായസം റീക്രിയേറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആരാ? ശ്രീരാജോ. കഴിഞ്ഞ വട്ടം ആ പായസം വൃത്തികേടാക്കാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട 2 ആൾക്കാരാണ് ഈജാനും ശ്രീരാജും. വേണ്ട, അവന്റെ ഫോട്ടോ കട്ട് ചെയ്ത്. ഓക്കെ കുക്കു, ഇവർക്ക് എല്ലാവർക്കും റെഡിയാവാൻ സമയം കിട്ടി, എനിക്ക് മാത്രം റെഡിയാവാൻ സമയം കിട്ടില്ല. ഞാൻ ഫേസ് ഒക്കെ ഒന്ന് ഒരുങ്ങി, പക്ഷെ കമ്മലും മാല ഒന്നും ഇടാൻ പറ്റില്ല, മുടി കെട്ടാൻ പറ്റില്ല. അപ്പോൾ എനിക്കിനി കമ്മലിടണം, മാല ഇടണം, മുടി കെട്ടണം. പിന്നെന്താ, ഓണം എന്തായാലും ആഘോഷിക്കാതിരിക്കാൻ പറ്റില്ല, മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് തിരുവോണത്തിന് അന്ന് ഇവിടെ ഇല്ലെങ്കിൽ പോലും 2 ദിവസം മുന്നേ ആഘോഷിക്കുന്നത് കേട്ടോ. പിന്നെ ചെറിയൊരു ജലദോഷം ഉണ്ട്, അതിൻ്റെ ഒരു വല്ലായിക എനിക്കുണ്ട്. അപ്പോൾ നമുക്ക് ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് തുടങ്ങാം. ശരിക്കും പറഞ്ഞാൽ ഓർണമെന്റ്സ് എല്ലാവരുടെയും വീക്ക്നെസ് ആണല്ലേ. എനിക്ക് ഭയങ്കര വീക്ക്നെസ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഈ കേരള സാരിയും സാധനങ്ങളൊക്കെ ഇടുന്ന സമയത്ത് ഓർണമെന്റ്സ് ഇല്ലെങ്കിൽ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. എസ്പെഷ്യലി ഗോൾഡ്. എനിക്ക് ഗോൾഡ് മേടിക്കാൻ ഇഷ്ടമാണ്. ഇങ്ങനെ ഫുള്ള് നമ്മളിങ്ങനെ ഇട്ടുകൊണ്ട് നടന്ന് ഒരു ഷോ ഓഫിൻ്റെതായിട്ടല്ല, ഒരു അസറ്റ് എന്നുള്ള രീതിയിൽ. കാര്യം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുവാണെങ്കിൽ, ഒരു കാശിൻ്റെ ആവശ്യമൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ആരോടും ചോദിക്കണ്ടല്ലോ. നമുക്ക് കൊണ്ട് അത് വിൽക്കുവോ പണയം വിൽക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ ആരോടും ചോദിക്കേണ്ട ആവശ്യം വരത്തില്ല. അതുകൊണ്ട് ഗോൾഡ് എടുക്കുന്നത് എനിക്ക് ഭയങ്കര ക്രേസാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഈ ഓണ സമയം കൂടെ ആയതുകൊണ്ട് ചിലവൊക്കെ വളരെ കൂടുതലാണ്. ഇപ്പോൾ ഈ ഡ്രസ്സ് എടുക്കുന്നതായാലും ഈ ഓർണമെന്റ്സ് എടുക്കുന്നതായാലും പിന്നെ കല്യാണ സീസണും കൂടെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. എല്ലാവരും ടൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ ഓണ സമയം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഈ ഇടയ്ക്ക് ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം വന്ന സമയത്തും കാശിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് അവർ നമ്മുടെ പിരമൽ ഫൈനാൻസ് അല്ലേ, അവിടെ നിന്നാണ് ഈ ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഗോൾഡ് പർച്ചേസും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ നടത്തിയത്. അപ്പോൾ എൻ്റെ അടുത്ത് അവർ പറഞ്ഞായിരുന്നു പ്രോസസ്സിങ് ഭയങ്കര ഈസിയാണ്, പ്രത്യേകിച്ച് വലിയ ചടങ്ങും കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ ആവശ്യത്തിന് കറക്റ്റ് സമയത്ത് അത് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് നമുക്ക് വേണ്ട എല്ലാ സഹായം ചെയ്തു തരുമെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അവരെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാമെന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പേഴ്സണൽ ലോണിൻ്റെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നേരെ പിരമൽ ഫൈനാൻസിനെ കോൺടാക്ട് ചെയ്താൽ മതി. അവർ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് നിങ്ങളുടെ ആവശ്യത്തിന് കറക്റ്റ് സമയത്തിന് നിങ്ങളുടെ ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധിച്ചു തരും. നമുക്ക് വേറെ ആരുടെ ചോദിച്ച് വിഷമിച്ച് നടക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല. ഡയറക്റ്റ്ലി അവരെ കോൺടാക്ട് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാര്യങ്ങളിലൊക്കെ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അത് മാത്രമല്ല, ആവശ്യമുണ്ടെന്നുള്ളവർ പെട്ടെന്ന് തന്നെ സമയം കളയാതെ പോയി ഓടിപ്പോയി കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. നമുക്കിപ്പോൾ ഗോൾഡ് മേടിക്കാനായാലും വീട്ടിലെ ചിലവിൻ്റെയും കാര്യങ്ങൾക്കായാലും കല്യാണം നടത്താനായാലും എല്ലാത്തിനും എന്തിനു വേണമെങ്കിലും ആരോടും ചോദിച്ചിട്ട് വിഷമിക്കേണ്ട, നേരെ പിരമൽ ഫൈനാൻസിലേക്ക് പോയാൽ മതി. അപ്പോൾ എനിക്കിനി പ്രത്യേകിച്ച് ചടങ്ങ് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ജസ്റ്റ് 2 വളയിട്ട് കൊള്ളാമോ, 2 വളയിട്ട് ഒരു റൂബിയുടെ ഒരു മാല ഇട്ടിട്ടുണ്ട്, അതിൻ്റെ കമ്മൽ ഇട്ടിട്ടുണ്ട്. മുടി ഇങ്ങനെ കെട്ടിയാൽ മതിയോ? സിമ്പിളാക്കാം അല്ലേ. മൊത്തത്തിൽ ഞാൻ കുറച്ച് ഓവറാണ്, ഇനി ഞാൻ അധികം നിന്ന് ഓവറാക്കുന്നില്ല. നമുക്ക് താഴെ പോവാം, പൂക്കളിടണം, പായസം ഉണ്ടാക്കണം. പായസം കുടിച്ച് തൃപ്തി അടയണം. കാര്യം സദ്യ ഉണ്ടാക്കാനുള്ള സമയമൊന്നും ഷീജാമ്മയ്ക്ക് കിട്ടിയില്ല. ഇന്നിവിടെ ഫുൾ പണിയായിരുന്നു. ഇവിടെ വീടിൻ്റെ ബാക്കിൽ പണി നടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്, ഞങ്ങൾക്ക് പോകാനുള്ള തിരക്ക്, ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം പോകണം. അങ്ങനെ എല്ലാം കൂടെ ഷടപടേന്നായതുകൊണ്ട് ഞങ്ങൾ സദ്യ ഒന്നും ഉണ്ടാക്കിയില്ല, പായസം ഉണ്ടാക്കി ഓണം അങ്ങ് ആഘോഷിക്കാന്ന് വിചാരിച്ചു. ഓക്കെ, പായസം വെച്ചാലോ? പായസം ഓക്കെ. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന പായസം ഇങ്ങനെയല്ല, എനിക്ക് ഈ പായസം ഉണ്ടാക്കാൻ എനിക്കറിയില്ല. ഷീജാമ്മല്ലോ പറഞ്ഞതാ. ഓക്കെ, പാല് കാച്ചി വെച്ചു. എന്നിട്ട് പാലും പഞ്ചസാരയും കൂടെ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് തിളപ്പിക്കാം. ആദ്യം തിളച്ച് കഴിയുമ്പോഴത്തേന് ഇത് നമ്മുടെ അപ്പൊ ഇത് തിളപ്പിച്ച് വെച്ചേക്കുന്ന പാലല്ലേ മാ? കുറച്ച് ഒഴിച്ചാൽ മതി, കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്യാം. ഭയങ്കര കുറുകി ഇരിക്കുന്നില്ല.
ഇത്ര മതിയല്ലോ. മതി 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 മതി. എന്റെ മൈക്ക് ഓണാണ്. മൈക്ക് ഓണാണ്. ആ മതി. വെള്ളം ഒഴിക്കാൻ പോലെ. അച്ഛൻ വരുന്നില്ല വീഡിയോയില്? ഞങ്ങൾ എന്താ സുമ്മാവാ? 1 മണിക്കൂർ നിൽക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക്. വണ്ടി പിടിച്ചോളാ. ഇതിന്റെ ബാഗിൽ കൂടെ അമ്മ വന്ന് പിച്ചാത്തിയുണ്ട്. അമ്മ ഇതിലട്ടെ അമ്മ. ഔട്ട് ഓഫ് ഫോക്കസ് ആണെങ്കിൽ ഇവിടെ പ്രശ്നം നടക്കുന്ന കേസുകളേ ഉള്ളൂ കേട്ടോ. അതത്രേ ഉള്ളൂ. വേറെ എന്തുണ്ട് വേറെ അതിലൊന്നും ഇല്ലമ്മ. നമ്മള് കശുവണ്ടി ഇല്ല, നമ്മള് മേടിച്ചില്ല സെപ്പറേറ്റ്. അയ്യോ നല്ല പ്രശ്നമായത്. ആർക്ക് എത്രക്ക് കശുവണ്ടി ഒക്കെ വേണ്ടേ? തിളച്ച് കഴിയുമ്പോൾ ഞാൻ ഇടണം. തിളച്ചല്ലേ അമ്മ? നമ്മൾ ഓൾറെഡി തിളപ്പിച്ച പാലല്ലേ? കിട്ടും തിളച്ചതാ. എന്നിട്ടേ അങ്ങനെ നമ്മൾ ഐശ്വര്യമായിട്ട് ഓണത്തിന്റെ പായസത്തിലേക്ക് പായസങ്ങൾ പാലിലേക്ക് പായസം മിക്സ് ചേർത്തിരിക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കുക. എനിക്ക് പായസം ആക്ച്വലി എനിക്ക് സേമിയ പായസം വെക്കാൻ അറിയാം. ഞാൻ എങ്ങനെയാണ് വീട്ടിൽ വെക്കുന്നത് അത് മേടിച്ചു ഞാനത് വെക്കുന്നതിന് ഇല്ല. ഞാനത് വെക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു തരട്ടെ. വേണം ചേച്ചിയുടെ വേഷത്തെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ആദ്യം നമുക്ക് റാന്ന് ഒരു കറങ്ങി പോകട്ടോ. ഇല്ല ഓക്കെ ഞാൻ പറയട്ടെ. അപ്പം ആദ്യം കശുവണ്ടിയും മുന്തിരിയും നന്നായിട്ട് നെയ്യിലിട്ട് റോസ്റ്റ് ചെയ്തിട്ട് അത് മാറ്റി വെക്കും. എന്നിട്ട് അതിനുശേഷം സേമിയ ഇല്ലേ, സേമിയ നെയ്യിലിട്ട് നന്നായിട്ട് വറുത്ത് നല്ല റോസ്റ്റായി കഴിയുമ്പോൾ അതിനെ മാറ്റി വെക്കും. മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് സാധാരണ പാക്കറ്റ് പാലാണെങ്കിൽ ആ പാല്, തേങ്ങാപ്പാലാണെങ്കിൽ തേങ്ങാപ്പാലിന്റെ 3ാമത്തെ പാൽ ആദ്യം ഒഴിക്കും. അത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി അത് ഒന്ന് തിളച്ച് വരുമ്പം പഞ്ചസാര ഇടും. പഞ്ചസാര ഇട്ട് അത് നന്നായിട്ട് ഇങ്ങനെ ഇളകി വന്നു കഴിയുമ്പോഴേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചേക്കുന്ന ആ സേമിയയില്ലേ അത് ഈ 3ാമത്തെ പാലിലേക്ക് ചേർക്കും. എന്നിട്ട് നന്നായിട്ട് ഇളക്കുമ്പോഴേക്കും അതൊന്ന് വെന്ത് തുടങ്ങും. അതൊന്ന് വെന്ത് തുടങ്ങുമ്പം 2ാമത്തെ തേങ്ങാപ്പാല് ചേർക്കും. അതും ഇട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി വരുമ്പോൾ ആവശ്യത്തിന് വേവാവും. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് 1ാമത്തെ കട്ടിയുള്ള തലപ്പാവ് ഒഴിക്കും. തലപ്പാവ് അതിലൊഴിച്ച് അതും നന്നായിട്ട് ഇളക്കി കഴിയുമ്പം അതിലേക്ക് ഏലക്കാപ്പൊടി, നെയ്യ്, പഞ്ചസാര. അപ്പൊ നമ്മൾ കുടിച്ചു നോക്കണം മധുരം കറക്റ്റ് ആണെന്ന് കുടിച്ചു നോക്കണം. മധുരം കറക്റ്റ് ആണെങ്കിൽ പിന്നെ പഞ്ചസാര ചേർക്കണം. മധുരം കറക്റ്റ് അല്ലെങ്കിൽ അതിൽ ഇച്ചിരി കൂടെ പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചാൽ അപ്പൊ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് എക്സ്ട്രാ കശുവണ്ടി മുന്തിരി ഒക്കെ അമ്മ നെയ്യിൽ വറുത്തിട്ടായിരുന്നു. നല്ല മണം വരുന്നു. നമ്മുടെ പായസം റെഡി ആയി കഴിഞ്ഞു. ഓക്കെ അപ്പൊ നമ്മുടെ പായസം റെഡി ആയി കഴിഞ്ഞു. അമ്മ അതിലേക്ക് കുറച്ചും കൂടെ കശുവണ്ടി മുന്തിരി ഒക്കെ നെയ്യിൽ വറുത്തിട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ആരാ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നേ? കുടിക്ക് തിളച്ച ചൂടാ. വായ കൊള്ളും. ചൂട് കാരണം ഒന്നും പറയാൻ പറ്റുന്നില്ല. വിഴുങ്ങുവാ. എങ്ങനെയുണ്ട്? നല്ലയാണോ? എന്തിനാ ചോദിച്ചാ അമ്മ ഉണ്ടാക്കിയ പായസത്തെ എങ്ങനെ പറയുന്നേ? നല്ല സാധനം. അങ്ങനെ പറ. പാവന്റെ കുക്കുമ്പോൾ എനിക്ക് ആദ്യം തരാൻ വന്നുണ്ടോ? തന്നായിരുന്നോ? ചൂടാന്ന് പറഞ്ഞ അവർക്ക് സ്നേഹമില്ലാത്തോണ്ടാ ചൂടാവും. ഉണ്ടാതിരിക്കെ. നല്ല അമ്മ, നല്ല പൈസ, നല്ല ടേസ്റ്റ് ഉണ്ട്. ക്യാമറ പിടിച്ചിട്ട് വരാൻ അവനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ വൈൻഡപ്പ് പറഞ്ഞിട്ട് തീർക്കാം. അതെ നമ്മുടെ വീഡിയോ കഴിഞ്ഞു കേട്ടോ. ഇനി ആരും വീഡിയോ നോക്കിക്കൊണ്ടിരിക്കണ്ട. ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തോ, ഷെയർ ചെയ്തോ, ലൈക്ക് ചെയ്തോ, കമന്റ് ചെയ്തോ. എല്ലാവരുടെ ഓണത്തിന്റെ ഓർമ്മകൾ പങ്കുവെക്കണം. അല്ലേ നോക്കൂ. അപ്പൊ ഞാനിത് കട്ട് ചെയ്ത് ആദ്യം ഹൈലൈറ്റ് ഓക്കെ. അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും കൂടെ വേണ്ടിട്ട് ഒരു